ഇന്നൊരു പടവലങ്ങ തീയൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം പടവലങ്ങയും സവാളയും ചേർത്ത് ചെറിയ തീയിൽ വഴറ്റി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1/4 കപ്പ് തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് ചെറിയ തീയിൽ മൂപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം മാറ്റിവെച്ച് ചെറിയ ചൂടിൽ മിക്സിയിൽ പേസ്റ്റുമാക്കി അരച്ചെടുക്കാം. ഇനി ഇത് വഴറ്റി വെച്ച പടവലങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ശർക്കരയൂടെ ചേർക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മിർച്ച് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം പടവലങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തീയൽ. ഇന്നൊരു പടവലങ്ങ തീയൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം പടവലങ്ങയും സവാളയും ചേർത്ത് ചെറിയ തീയിൽ വഴറ്റി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1/4 കപ്പ് തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് ചെറിയ തീയിൽ മൂപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം മാറ്റിവെച്ച് ചെറിയ ചൂടിൽ മിക്സിയിൽ പേസ്റ്റുമാക്കി അരച്ചെടുക്കാം. ഇനി ഇത് വഴറ്റി വെച്ച പടവലങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ശർക്കരയൂടെ ചേർക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മിർച്ച് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം പടവലങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തീയൽ.